ലോകോത്തര കമ്പനികളെ സൗദിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പ്രഖ്യാപിച്ചതായിരുന്നു RHQ അഥവാ റീജിയണൽ ഹെഡ്ക്വാർട്ടേഴ്സ് പദ്ധതി. അതായത് ലോകോത്തര കമ്പനികളുടെ മേഖലാ ആസ്ഥാനം സൗദിയിലേക്ക് മാറ്റുക. ഈ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ സൗദി അറേബ്യയുടെ മനസ്സിലുണ്ടായിരുന്നത് 2030-നകം 500 കമ്പനികളെ ഈ രാജ്യത്തേക്ക് എത്തിക്കുക എന്നതായിരുന്നു. എന്നാൽ 2 വർഷങ്ങൾ കൊണ്ട് തന്നെ രാജ്യം ആ നേട്ടം സ്വന്തമാക്കി കഴിഞ്ഞു. പുതുതായി 500 കമ്പനികൾ കൂടി സൗദിയിലേക്ക് എത്തിക്കുവാനാണിപ്പോൾ നിക്ഷേപ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. അതിൻ്റെ നാൾവഴിയാണ് ഇനി പറയുന്നത്. വിദേശ കമ്പനികളുടെ പ്രാദേശിക ആസ്ഥാനം എത്തിക്കുന്നതിന് പുതിയ ടാർഗറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ. 2030-നകം പുതിയ 500 കമ്പനികളുടെ ആസ്ഥാനം കൂടി സൗദിയിൽ എത്തിക്കാനാണ് നിക്ഷേപ മന്ത്രാലയത്തിന്റെ ശ്രമം. നേരത്തെ 500 കമ്പനികളുടെ റീജിയണൽ ഹെഡ്ക്വാർട്ടേഴ്സ് അഥവാ മേഖലാ ആസ്ഥാനം 2030-നകം സൗദിയിൽ എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ ഇപ്പോൾ തന്നെ റിയാദിലേക്ക് റീജിയണൽ ഹെഡ്ക്വാർട്ടേഴ്സ് മാറ്റിയ കമ്പനികളുടെ എണ്ണം 500 കവിഞ്ഞിട്ടുണ്ട്. അതായത് 8 വർഷം കൊണ്ട് നേടേണ്ട ലക്ഷ്യം 2 വർഷം കൊണ്ട് തന്നെ സൗദി അറേബ്യ നേടി. ഈ സാഹചര്യത്തിലാണ് പുതിയ 500 കമ്പനികളെ കൂടി എത്തിക്കുമെന്ന നിക്ഷേപ മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനം. സൗദി പ്രഖ്യാപിച്ച RHQ പദ്ധതി വിജയകരമാകാൻ ചില കാരണങ്ങളുണ്ട്. സൗദിയിലെ സർക്കാർ കരാറുകൾ ലഭ്യമാകണമെങ്കിൽ അന്താരാഷ്ട്ര കമ്പനികൾക്ക് അവരുടെ പ്രാദേശിക ആസ്ഥാനം സൗദിയിലായിരിക്കൽ നിർബന്ധമാണ്. കിരീടാവകാശിയുടെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കിയ ഈ തീരുമാനത്തിന് പിന്നാലെയാണ് വിദേശ കമ്പനികൾ അവരുടെ മേഖലാ ആസ്ഥാനം സൗദിയിലേക്ക് മാറ്റാൻ തുടങ്ങിയത്. GCC രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രാദേശിക ആസ്ഥാനം സൗദിയിലേക്ക് എത്തിയത് UAE-യിൽ നിന്നും ഖത്തറിൽ നിന്നും ആണ്. 2024 ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കണക്ക് പ്രകാരം 517 വിദേശ കമ്പനികൾ അവരുടെ മേഖലാ ആസ്ഥാനം സൗദിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. പുതിയ ബജറ്റിന് മുന്നോടിയായുള്ള റിപ്പോർട്ടിലാണ് ഈ നേട്ടം രേഖപ്പെടുത്തിയത്. 6000-ഓളം നിക്ഷേപ ലൈസൻസുകളും ഈ വർഷം അനുവദിച്ചു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 50% വർധനവ്. ഈ വർഷം ഇൻവെസ്റ്റർ വിസ സ്വന്തമാക്കിയതും 6000-ലേറെ പേരാണ്. സൗദിയിൽ സ്ഥിരതാമസക്കാരില്ലാത്ത വിദേശികളായ നിക്ഷേപകർക്കാണ് ഇതിന്റെ ഗുണം. നിർമ്മാണ മേഖല, വ്യവസായം, വിദ്യാഭ്യാസം, IT, ഹോട്ടൽ മേഖലകളിലാണ് കൂടുതൽ നിക്ഷേപം എത്തിയത്. ഭക്ഷ്യമേഖലയിലും ട്രേഡിംഗ് മേഖലയിലും നിക്ഷേപം കഴിഞ്ഞ വർഷത്തേക്കാൾ 25%-ഓളം വർദ്ധിച്ചിട്ടുണ്ട്. റീജിയണൽ ഹെഡ്ക്വാർട്ടേഴ്സ് സൗദിയിൽ സ്ഥാപിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പ്രോത്സാഹനമെന്നോണം കമ്പനികൾക്ക് 30 വർഷത്തേക്ക് ആദായ നികുതിയിൽ ചില ഇളവുകളുമുണ്ട്. RHQ സൗദിയിലില്ലാത്ത സ്ഥാപനങ്ങളുമായി കരാറുകൾ ഒപ്പുവെക്കാൻ കർശന വ്യവസ്ഥകൾക്ക് സൗദി മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ടായിരുന്നു. ഒന്നിലധികം ടെൻഡറുകൾ സൗദിയിൽ പ്രാദേശിക ആസ്ഥാനമില്ലാത്ത കമ്പനികൾക്ക് ലഭിക്കില്ല. ഇവർ സമർപ്പിക്കുന്ന ടെൻഡർ തുക 25%-എങ്കിലും കുറവായിരിക്കുകയും വേണം. ഈ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടല്ലാതെ സൗദിയിൽ റീജിയണൽ ആസ്ഥാനങ്ങളില്ലാത്ത കമ്പനികളുമായി സർക്കാർ വകുപ്പുകൾ കരാർ പാടില്ലെന്നാണ് ചട്ടം. 10 ലക്ഷം റിയാലിൽ കുറവുള്ള പദ്ധതികളിൽ പ്രാദേശിക ആസ്ഥാനമില്ലാത്ത കമ്പനികൾക്കും ഭാഗമാകാം. എന്നാൽ പൊതുതാൽപര്യം മുൻനിർത്തി ഈ തുകയിൽ ഭേദഗതികൾ വരുത്താനോ ഇളവ് റദ്ദാക്കാനോ ധനമന്ത്രിക്ക് അധികാരമുണ്ടാകും. പ്രാദേശിക ആസ്ഥാനങ്ങളുള്ള കമ്പനികളുടെ പേരുവിവരങ്ങൾ അടങ്ങിയ പട്ടിക നിക്ഷേപ മന്ത്രാലയം തയ്യാറാക്കുന്നുണ്ട്. സർക്കാർ വകുപ്പുകൾക്കാണ് ഈ പട്ടിക ഓരോ 3 മാസത്തിലും കൈമാറുക. ഈ കമ്പനികളുമായിട്ട് മാത്രമായിരിക്കും സൗദിയിലെ ഓരോ സർക്കാർ കരാറുകളും നടപ്പിലാക്കുക. പ്രാദേശിക ആസ്ഥാനങ്ങളില്ലാത്ത കമ്പനികൾ ഇല്ലെങ്കിൽ മാത്രമായിരിക്കും മറ്റു കമ്പനികൾക്ക് അവസരം. ഇനി പ്രാദേശിക ആസ്ഥാനമില്ലാത്ത ഒരു കമ്പനിയുമായി ഏതെങ്കിലും കാരണത്താൽ കരാർ ഒപ്പുവെച്ചാലും ചട്ടങ്ങളുണ്ട്. കരാറുകൾ ഒപ്പുവെക്കാൻ പ്രേരിപ്പിച്ച കാരണങ്ങൾ വ്യക്തമാക്കി റിപ്പോർട്ട് തയ്യാറാക്കണം. അതിന്റെ ചുമതല ധനകാര്യ മന്ത്രാലയത്തിനാണ്. കരാർ ഒപ്പുവെച്ച് 30 ദിവസത്തിനകം ഈ റിപ്പോർട്ട് RHQ പ്രോഗ്രാം കമ്മിറ്റിക്ക് കൈമാറണം. കമ്പനികളുടെ മേഖലാ ആസ്ഥാനം റിയാദിലേക്ക് മാറ്റുന്നതോടെ സൗദിക്ക് ലക്ഷ്യങ്ങൾ ഏറെയാണ്. സൗദി വിപണിയിൽ ലോകോത്തര ബ്രാൻഡുകളെ എത്തിക്കുക, മിഡിൽ ഈസ്റ്റിലെ പ്രധാന ബിസിനസ് കേന്ദ്രമാക്കി സൗദിയെ മാറ്റുക, വിപണി ചടുലമാക്കുക, സൗദിയിലെ മികച്ച വിദ്യാഭ്യാസമുള്ളവർക്ക് മികച്ച അവസരങ്ങളും പരിശീലനവും ഉറപ്പാക്കുക. നിലവിൽ സൗദിയിൽ 16 പടുകൂറ്റൻ പദ്ധതികൾ പുരോഗമിക്കുന്നുണ്ട്. നിയോം, റെഡ്സി, കിദ്ദിയ, 7, ദരിയ, മദീന വികസനം, ജിദ്ദ വികസനം, കിങ് സൽമാൻ പാർക്ക്, ഗ്രീൻ റിയാദ്, അൽ ഉല എന്നിങ്ങനെ പോകുന്നു അതിൽ പ്രധാനപ്പെട്ടത്. എക്സ്പോയും ലോകകപ്പും ഏഷ്യൻ ഗെയിംസും ഫോർമുല 1 ഉൾപ്പെടെ കായിക മേഖലയിലെ വികസനങ്ങൾ വേറെയും. ഇതിലെല്ലാം തന്നെ
ഏതെങ്കിലും തരത്തിലുള്ള കരാർ ലഭിക്കണമെങ്കിൽ പുതിയ ഉത്തരവ് പാലിച്ചേ മതിയാകൂ. ഗൾഫ് മേഖലയിൽ അടുത്ത 20 വർഷം അതിവേഗ വളർച്ച നേടാൻ പോകുന്ന രാജ്യവും സൗദിയായിരിക്കുമെന്ന് IMF റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.